نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. യെസ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? യെസ് ഗൈസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം EVS ആണ്, പരിസര പഠനം. റെഡിയാണോ? സെറ്റാണോ? നമ്മുടെ ഇൻട്രോ എങ്ങനെയുണ്ട്? എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. രണ്ടും ഞെക്കാൻ മറന്നു പോയിട്ട് കുറെ കള്ളന്മാരുണ്ട് ഞെക്കാത്ത. വേഗം പോയി ഞെക്കടാ, എല്ലാവരും പോയി ഞെക്കി കൊടുക്കുക ഗൈസ്. പിന്നെ LSSന്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊക്കെ പോയി കാണണം. ഓക്കെ, എല്ലാ ദിവസവും 7:45 8 മണി സമയത്ത് വരും. അതിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 9496544588 എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി, ലിങ്ക് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു വിഷയങ്ങളുടെ ഈ ഒരു സംഭവങ്ങൾ, അതായത് EVS, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, അറബിക് എന്ന് പറയുന്ന വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇമ്പോർട്ടന്റ് പാർട്സ്. യെസ് ഗൈസ്, അതാണ് മെയിൻ, ഇമ്പോർട്ടന്റ് പാർട്സ് അല്ലേ. ഇമ്പോർട്ടന്റ് പാർട്സ് കണ്ടിട്ട് നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടിയ കുറെ ആൾക്കാരുണ്ട് ഇവിടെ ഇല്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യണം. അതിന്റെ ലിങ്കുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ തന്നിരിക്കുന്നത്. ഓക്കെ, യെസ് ഗൈസ്, നമ്മൾ പോവാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ക്രിസ്മസ് എക്സാം 2024 ചോദ്യ പേപ്പറാണ്. ഓഹോ, ഇപ്പോഴേ ചോദ്യ പേപ്പർ പറഞ്ഞത് സുഖാലേ, പരീക്ഷയ്ക്ക് നോക്കി എഴുതിയാൽ പോരെ, സുഖാലേ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്പർ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം, ഷമീൽ തറോൽ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, യെസ് ഗൈസ്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. യെസ് ഗൈസ്, അതേപോലെ തന്നെ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 9496544588 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, നമ്മൾ പോവുകയാണ്, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്, മീരന്റെ ഡയറിയാണ് കൊടുത്തത് അല്ലേ. നമുക്ക് വായിച്ചു നോക്കാം. ടുഡേ ഈസ് ദ ഫെസ്റ്റിവൽ ഡേ ഇൻ അവർ ടെമ്പിൾ. വി വർ ഫാസിനേറ്റഡ് ബൈ ദ ഫെസ്റ്റീവ് സീൻസ് there. The programs were splendid. അല്ലേ, I watched the ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളലിനെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ഒരു സംഭവത്തിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓട്ടൻതുള്ളൽ എന്താണ്, ഓട്ടൻതുള്ളൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഓട്ടൻതുള്ളലിലെ പ്രധാന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു സാധനങ്ങളാണ് ഈ ഒരു ഡയറിയിൽ പറയുന്നത്. നമ്മുടെ വിഷയം ഇതല്ല, നമ്മുടെ വിഷയം നെക്സ്റ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രങ്ങളിലുള്ള കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് നമുക്ക് എഴുതി കൊടുക്കാം, ഇത് കഥകളിയാണ്. രണ്ടാമത്തത് ഇത് നമുക്ക് എഴുതി കൊടുക്കാം, അത് മാർഗം കളിയാണ്. മൂന്നാമത്തത് ഇത് ഒപ്പനയാണ്. നാലാമത്തത് ഇത് തിരുവാതിരയാണ്. സിമ്പിൾ ആയിട്ട് അല്ലെ. പിന്നെയോ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓഫ് എനി ആർട്ട് ഫോംസ് ഇൻ ദ അബവ് പിക്ചേഴ്സ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന 4 ചിത്രങ്ങളുണ്ട്. ഈ 4 ചിത്രങ്ങളിലും ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാണ്, ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ വേണ്ടി പറയണം. നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അല്ലെ. ഇഷ്ടമുള്ള ഒപ്പനയാണ് ഒപ്പന, കഥകളിയാണ് കഥകളി, മാർഗം കളിയാണ് മാർഗം കളി, തിരുവാതിരയാണ് തിരുവാതിര. ഇതിനെ പറ്റി എഴുതാൻ അറിയണം. അറിയെങ്കിൽ ഏതിനെ പറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഗൈസ് ഇല്ലേ. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്. ഇവിടെ നമ്മൾ കഥകളിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കഥകളി ഈസ് കംപ്ലീറ്റ് കേരള വിഷ്വൽ ആർട്ട്. ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ കേരള. ഇൻ കഥകളി ഡാൻസ്, ആക്ടിംഗ്, മ്യൂസിക് ആൻഡ് ദ മുദ്രാസ് ആർ ഈക്വലി ഇമ്പോർട്ടന്റ് അല്ലേ. അതിലുള്ള സംഗീതം, അതേപോലെ അതിലുള്ള അഭിനയം, അതിലുള്ള ഭാവാഭിനയം, പിന്നെ മുദ്രകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് ഓൾസോ ദ വേൾഡ് ഫേമസ് ആർട്ട് അല്ലേ. പിന്നെ ദ ഇമ്പോർട്ടന്റ് വേഷം is in കഥകളി ആർ പച്ച, കത്തി, കരി, താടി ആൻഡ് മിനുക്ക് ഇല്ലേ. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് വേഷങ്ങള്. കഥകളി ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ആർട്സ്. കലകളുടെ രാജാവ് എന്ന ഒരു പേരും കൂടെ അതുണ്ട്. അതിനുണ്ട്. ഫോർ പ്രൊമോട്ടിങ് കഥകളി വള്ളത്തോൾ ദ വെൽ നോൺ മലയാളം പോയിട്ട് സ്റ്റാർട്ടഡ് കലാമണ്ഡലം. അങ്ങനെ കഥകളിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കലാമണ്ഡലം എന്ത് ചെയ്തത്, കലാമണ്ഡലം ഉണ്ടാക്കിയിട്ടുള്ളത് ഇല്ലേ. കലാമണ്ഡലം ഉണ്ടാക്കിയത് ആരാണ്? വള്ളത്തോൾ എന്ന് പറയുന്ന കവിയാണ്. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. യു മേ നോ ദാറ്റ് we can see illuminated part of the moon fully visible from the earth on a certain day. Name the day. You may know that we can see illuminated part of the moon fully visible from the earth on a certain day. ആ ഡേക്ക് പറയുന്ന പേരെന്താ? ആ ഡേക്ക് പറയുന്ന പേരാണ് നമുക്ക് ഇഷ്ടം, അറിയാം അല്ലെ. എന്താ പൗർണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. അതേപോലെ തന്നെ the moon, the sun and the earth will be on the straight line. ഒരു നേരെ മൂണും എർത്തും അതേപോലെ തന്നെ അതായത് സൂര്യനും ഭൂമിയും ചന്ദ്രനും കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നു അല്ലെ. അപ്പോ ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഈ സംഭവങ്ങൾ ഏതൊക്കെയാന്ന് എഴുതാൻ വേണ്ടി പറയാം. ഇത് സണ്ണ്, ഇതെന്താ, ഇത് എർത്താണ്, പിന്നെ ഇതെന്താ, ഇത് മൂണാണ്.
ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണോ അല്ലേ? ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അമ്പിളി മാമൻ ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ ഡേ ബൈ ഡേ, ഇറ്റ് വാസ് വാനിഷ്ഡ്, വേർ ഈസ് ഇറ്റ് നൗ? ഡു യു അഗ്രി വിത്ത് അമ്മുക്കുട്ടിയെ അല്ലേ? അങ്ങനത്തെ ഒരു പാട്ട്, അമ്മുക്കുട്ടിയെ, അങ്ങനത്തെ ഒരു പാട്ടില്ലേനു അല്ലേ? യെസ് ഗൈസ്, ദ മൂൺ ഈസ് നോട്ട് സീൻ ഓൺ സം ഡേയ്സ്, ഈസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് വാനിഷ്ഡ്? ഫൈൻഡ് ദ ആൻസർ ടു അമ്മുക്കുട്ടീസ് ഡൗട്ട്സ്. അപ്പോൾ മൂന്ന് ഓരോ ദിവസം കഴിയുന്നതിനെ ചെറുതായി പോകും. കുറച്ച് ദിവസം അതിനെ കാണുകയില്ല. എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളതാണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വി ആർ അൺഎബിൾ ടു സീ ദ മൂൺ ബിക്കോസ് സൺലൈറ്റ് ഡസ് നോട്ട് ഫാൾ ഓൺ ദ സൈഡ് ദാറ്റ് ഫേസിംഗ് us. അല്ലേ? വി ക്യാൻ സീ ആൻ ഒബ്ജക്റ്റ് ഓൺലി വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ഇറ്റ്. മൂൺ കാൻ പ്രൊഡ്യൂസ് ഇറ്റ് ഓൺ ലൈറ്റ്. അല്ലേ? യെസ് ഗൈസ്, അതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പച്ച മലയാളത്തിൽ മലയാളം മീഡിയം കുട്ടികളിൽ, പച്ച ഇംഗ്ലീഷ് മീഡിയം കുട്ടികളിലൊക്കെ എഴുതി കൊടുത്ത സാധനമാണ്. യെസ് ഗൈസ്, പോവുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് അറിഞ്ഞിരിക്കണം ഇല്ലേ? ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഇതെന്താടാ? ഇത് നോർത്ത് ആണ്. ഇതെന്താ? ഇത് സൗത്ത് ആണ്. ഇതെന്താ? ഇത് ഈസ്റ്റ് ആണ്. ഇത് വെസ്റ്റ് ആണ്. അല്ലെ? ഈ സാധനം നമുക്ക് അറിഞ്ഞിരിക്കണം മക്കളെ. ഈ സാധനം നമുക്ക് അറിഞ്ഞിരിക്കണം, നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ? ഇവിടെ കൊടുക്കൂ. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ റോഡ് സീൻ? ഏത് ഡയറക്ഷനിലാണ് റോഡ് കാണുന്നത്? റോഡ് ഏത് ഡയറക്ഷനിലാ? സൗത്ത് ഡയറക്ഷനിലാണ്. പിന്നെയോ, വാട്ട് ഈസ് സീൻ ഓൺ ദ വെസ്റ്റ് സൈഡ് ഓഫ് ദ ഓഫീസ്? ഓഫീസ് എവിടെ? ഇതാണ് ഓഫീസ്. ഓഫീസിന്റെ വെസ്റ്റ് സൈഡിൽ എന്താ കാണുന്നത്? പ്ലേ ഗ്രൗണ്ട് അല്ലേ? നോക്കൂ, ആ പ്ലേ ഗ്രൗണ്ട് അല്ലേ കാണുന്നത്? യെസ് ഗൈസ്. അടുത്തതോ, ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ക്ലാസ് റൂം ഈസ് ദ ബട്ടർഫ്ലൈ പാർക്ക്? ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ക്ലാസ് റൂമിന്റെ വിച്ച് ഡയറക്ഷനിലാണ് ബട്ടർഫ്ലൈ പാർക്ക്? എവിടെ ബട്ടർഫ്ലൈ പാർക്ക്? ഏത് ഡയറക്ഷനിലാ? വെസ്റ്റ് ഡയറക്ഷനിൽ അല്ലേ? വെസ്റ്റ് ഡയറക്ഷനിലല്ലേ? പിന്നെ അടുത്തത്, ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്റ്റേജ് ഈസ് ദ വെൽ ലൊക്കേറ്റഡ്? സ്റ്റേജ് എവിടെയാണുള്ളത്? സ്റ്റേജ് നോർത്തിന്റെയും സൗത്തിന്റെയും മിഡിലാണ് എന്തുള്ളത്? സ്റ്റേജ് ഉള്ളത് അല്ലേ? പിന്നെയോ, മാർക്ക് ദ ഫ്ലാഗ് പോസ്റ്റ് അറ്റ് ദ സൗത്ത് ഓഫ് ദ ക്ലാസ് റൂം ആൻഡ് വെസ്റ്റ് ഓഫ് ദ ഓഫീസ്. സൗത്ത് ഓഫ് ദ ക്ലാസ് റൂം എവിടെ? ക്ലാസ് റൂമിന്റെ സൗത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, ഓഫീസിന്റെ വെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ? ഇങ്ങോട്ട് അല്ലെ? അപ്പൊ എവിടെയാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക? ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം അല്ലെ? സൗത്ത്, ഒന്നാമത്തെ ഉത്തരം സൗത്ത്. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് റോഡ് സീൻ? സൗത്ത് ആണ്. പിന്നെയോ, ബി, വാട്ട് ഈസ് സീൻ ദ വെസ്റ്റ് സൈഡ് ഇൻ ദ ഓഫീസ്? ഓഫീസിന്റെ വെസ്റ്റ് സൈഡ് കാണുന്നത് എന്താ? പ്ലേ ഗ്രൗണ്ട്. അതും ശരിയാണ്. അടുത്തത് എന്താ? ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ക്ലാസ് റൂം ഈസ് ദ ബട്ടർഫ്ലൈ പാർക്ക്? ബട്ടർഫ്ലൈ പാർക്ക് എവിടെയുള്ളത്? നമുക്ക് നോക്കാം. വെസ്റ്റിലാണ് ബട്ടർഫ്ലൈ പാർക്ക് ഉള്ളത് അല്ലേ? ബട്ടർഫ്ലൈ പാർക്ക് വെസ്റ്റിലാണുള്ളത്. ഓക്കെ യെസ് ഗൈസ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. പിന്നെ ഒരു ഫ്ലാഗ് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതിതാ ഇവിടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഫ്ലാഗ് നമ്മൾ മാർക്ക് ചെയ്തു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. സോങ് ഓഫ് കേരള അല്ലേ? ഗിവൺ ബിലോ ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോങ് ഇൻ കേരള. കേരളത്തിലുള്ള ഒരുപാട് സോങ്ങുകൾ അല്ലേ? മാപ്പിളപ്പാട്ട്, വടക്കൻ പാട്ട്, ഞാറ്റുപാട്ട്, നാടൻ പാട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തരം പാട്ടുകളുണ്ട് ഗൈസ്. യെസ് ഗൈസ്, analyze the features of different types of the song and complete the table എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ഓഫ് സോങ് ആണ് കൊടുത്തത്. എഴുതി കൊടുക്കണടാ മക്കളെ. നോക്കാം നമുക്ക്. Song of a region that are passed from one generation to another. അത് ഏതാണ്? അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം. അത് ഏതാണ്? അത് നാടൻ പാട്ടാണ്. രണ്ടാമത്തത് songs popularized by മൊയ്തീൻകുട്ടി വൈദ്യർ അല്ലെ? മൊയ്തീൻകുട്ടി വൈദ്യർ ഇൻ കേരള. മൊയ്തീൻകുട്ടി വൈദ്യർ എന്ന് കണ്ടു കൊടുത്താൽ വേഗം എഴുതി കൊടുക്കാതെ ഏതാണ്? അത് മാപ്പിളപ്പാട്ട് ആണ് എന്ന് എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സോങ് ഡിസ്ക്രൈബ് ദ വാല്യൂ ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ദ ഫേമസ് വാരിയേഴ്സ്. അതാണ് വടക്കൻ പാട്ട് അല്ലടാ മക്കളെ? വടക്കൻ പാട്ട്. യെസ് ഗൈസ്, വടക്കൻ പാട്ട്. അടുത്തതാണ് വടക്കൻ പാട്ട് അല്ലേ? വടക്കൻ പാട്ട് അല്ലേ? പോരാളികളെ പറ്റിയിട്ടും അതൊക്കെ പറയുന്നതാണ്. അടുത്തത് സോങ് സങ്സ് ബൈ ഫാമേഴ്സ് വിത്ത് ദ റിതം ഓഫ് ദ പ്ലാന്റിംഗ് പാഡി അല്ലേ? നെല്ല് നടുമ്പോൾ ഞാറ് നടുമ്പോഴൊക്കെ പാടുന്നതാണ് എന്ത്? ഞാറ്റുപാട്ട് എന്ന് പറയുന്ന സാധനം. ഞാറ്റുപാട്ട്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണല്ലോടാ. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് ടീച്ചറെ മാഷേ ചാറേ എന്ത് മാർക്കാണ് എഴുതി അങ്ങ് കൊടുക്കൂല്ലേ? നമ്മൾ അഡീഷണൽ ഷീറ്റൊക്കെ വാങ്ങുന്ന പരീക്ഷയാണ്. നമ്മൾ പേപ്പർ വാങ്ങിയിട്ട് നമ്മൾ പറയണ്ട, ഇത് അതിൽ തന്നെ എഴുതണ്ടേ അല്ലേ ഉത്തരം? യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓമന തിങ്കൽ കിടാവോ നല്ല അല്ല? ഇംഗ്ലീഷ് ആവുമ്പോൾ എങ്ങനെയാ? ഇംഗ്ലീഷർ എങ്ങനെയാ പാടാ? ഓമന തിങ്കൽ കിടാവോ നല്ല
Komalathamarapuvo. In which the following category just the song belongs to? വഞ്ചിപ്പാട്ട്, താരാട്ടുപാട്ട്, ഞാറ്റുപാട്ട്, വട്ടക്കൻ പാട്ട്. ഓമന തിങ്കൾക്ക് ഇടാവോ നല്ല കോമള താമര പൂവോ എന്ന് പറഞ്ഞാൽ ഏത് പാട്ടാന്നുള്ളത് നമുക്ക് ഏത് നട്ടപ്പാതിരക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഏത് പാട്ടാണ്? അത് ഗൈസ് അത് താരാട്ടുപാട്ടാണ്. ഏത് പാട്ടാണ് ഗൈസ്? അത് താരാട്ടുപാട്ടാണ്. ഏത് പാട്ടാണ്? താരാട്ടുപാട്ട്. താരാട്ടുപാട്ട്. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ആക്ടിവിറ്റി 5 ആണ്. കേരള അവർ ലാൻഡ് അല്ലേ. Mark the places indexed below on the map by using appropriate symbols. അല്ലേ, തേക്കടി എവിടെയാണെന്ന് ആ സിമ്പിൾ വെച്ച് മാർക്ക് ചെയ്യുക. കൊച്ചിൻ ഹാർബർ എവിടെയാണെന്ന് മാർക്ക് ചെയ്യുക. കുമരകം ബേർഡ് സാങ്ച്വറി എവിടെയാണെന്ന് മാർക്ക് ചെയ്യുക. ക്യാപിറ്റൽ എവിടെയാണെന്ന് മാർക്ക് ചെയ്യുക. യെസ് ഗൈസ്, നെയിം ദ ഇൻസ്ട്രുമെന്റ്സ് യൂസിങ് ഐഡന്റിഫൈ ദ ഡയറക്ഷൻ. നോക്കാം നമുക്ക് അതിന്റെ ഉത്തരം ഇല്ലേ? അതിന്റെ ഉത്തരം ഇല്ല കൊടുത്തിട്ടില്ലേ? യെസ് ഗൈസ്, അതിന്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചോദ്യം ഇവിടെ നോക്കൂ. ക്ലാസിഫൈ ദ ഫോളോയിങ്. എടാ, ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറയണം അല്ലേ. ഇത് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ആക്ടിവിറ്റി 6ലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? ക്ലാസിഫൈ ദ ഫോളോയിങ് തിങ്സ് അക്കോർഡിംഗ് to their state and write in the given table. Okay guys, അപ്പോൾ ലിക്വിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അത് സിമ്പിൾ ആയിട്ട് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് അല്ലേ. സോളിഡ് സ്റ്റേറ്റിൽ സ്റ്റോണ്, ചോക്ക്, നെയ്, മിൽക്ക്, കോക്കനട്ട് ഓയിൽ, പെട്രോൾ, എയർ, സ്റ്റീം, സ്മോക്ക്. ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി അറിയും. ഇതൊക്കെ സിമ്പിൾ സാധനമാണ്. ഇതൊന്നും ഏറ്റവും വലിയ സംഭവം ഒന്നല്ല, സിമ്പിൾ ആണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. Look at the figures below. Which force is used to make the following devices work? അല്ലേ, ഈ ഒരു സംഭവം എന്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇത് എന്ത് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്? Which is the fourth state of matter? അത് നമുക്ക് എഴുതി കൊടുക്കാം. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. ഇതെന്താണ്? ഇത് കാറ്റാണ്. ഇത് വെള്ളമാണ് അല്ലേ. നമുക്ക് നോക്കാം. പവർ ഓഫ് വാട്ടർ, പവർ ഓഫ് എയർ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് പ്ലാസ്മ. യെസ് ഗൈസ്, അപ്പോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. വെയിറ്റ് ഗൈസ്, ഐ ആം ഗോയിങ് ഇപ്പൊ കാണിച്ചു തരാം. ചെറിയൊരു സാധനം ഞാൻ എടുത്തോട്ടെ. യെസ് ഗൈസ്, അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നിർബന്ധമുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. യെസ് ഗൈസ്, ഇപ്പൊ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഉത്തരം ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. Wait guys. Yes. അത് നമ്മളോട് ഇതിൽ ആഡ് ചെയ്യാൻ മറന്നു പോയതാടാ. ഇപ്പൊ കാണിച്ചടാ. ഈ സാധനങ്ങളൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ പഠിക്കണം കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ പഠിക്കണം. ആ ഉത്തരം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. യെസ്, ഇതാണ് ആ ഒരു ആൻസർ എന്ന് പറയുന്നത് മക്കളെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ തേക്കടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കുന്നു കാണുന്നില്ലേ? യെസ് ഗൈസ്. ഓക്കെ, തേക്കടി കാണുന്നുണ്ട് ഇല്ലേ? തേക്കടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കാണുന്നില്ലേ? എനിക്കിതിൽ മാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടടാ. കാണുന്നില്ലേ നിങ്ങൾ? ആ തേക്കടി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയോ ഇവിടെ നമ്മളുടെ അല്ലേ കൊച്ചിൻ ഹാർബർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എറണാകുളത്താണത്. പിന്നെ കോട്ടയത്താണ് കുമരകം ഉള്ളത് അല്ലേ. പിന്നെ ഏതാ? ക്യാപിറ്റൽ തിരുവനന്തപുരത്താണ്. ഇത് നമുക്ക് അറിയുന്നതാണ്. പിന്നെ വിച്ച് ഡിവൈസ് യൂസ്ഡ് അല്ലേ? മാഗ്നറ്റിക് കോമ്പസ് ആണ്. ഈ സാധനവും നമുക്ക് അറിയുന്നതാണ് ഗൈസ് അല്ലേ. അതായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. ഇതേപോലെയുള്ള സിമ്പിൾ ചോദ്യമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കുറച്ചുകൂടി നല്ല കടുവട്ടിപ്പുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. വളരെ എന്നാലും സിമ്പിൾ ആവണം മക്കളെ, സിമ്പിൾ ആവും. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് പാർട്സ് അത് നിർബന്ധമായിട്ട് കണ്ടു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാത്തവരൊക്കെ go and like our video and please subscribe. Okay guys, signing out. Bye. Love you guys.